കുറേ ദിവസമായി ഞാൻ വ്ളോഗായിട്ട് വരണം എന്ന് വിചാരിക്കും. പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാൻ ആരുമില്ല. അതായത് എനിക്ക് ഒറ്റയ്ക്ക് എടുത്തിട്ട് ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് കുറവ് ഉണ്ടായിട്ടുണ്ടായി. അപ്പോൾ ഇന്ന് മോന് വന്നപ്പോൾ അവൻ പറഞ്ഞു, അമ്മ കുറേ ദിവസമായില്ലേ വീഡിയോ ഇടണം പറയുന്നു. അപ്പോൾ എന്താ ഇടാത്തതെന്ന് അവൻ അങ്ങനെ ചോദിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ നീ എടുത്ത് തരുമോ ചോദിച്ചു. അപ്പോൾ ഞാൻ എടുത്ത് തരാറുണ്ട്. അവൻ അതിനൊക്കെ ഭയങ്കര ഉഷാറാട്ടോ. അപ്പോൾ എന്നാൽ ശരി എടുക്കാടാന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ എടുത്തു. അപ്പോൾ ഞങ്ങൾ ഉച്ച കഴിഞ്ഞപ്പോൾ ഒന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയതാണ്. അതുവരെ മുറ്റത്തേക്ക് ഇറങ്ങിക്കാന്നല്ല, ഞങ്ങൾ ഉള്ളിൽ തന്നെ ഇരിക്കുകയായിരുന്നു ചെയ്യുക. ചെരിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് വീടും പരിസരവും നാലുപുറത്ത് നടന്നു, ചെടികളിലേക്ക് അടുത്തുകൂടൊക്കെ വെറുതെ നടന്നു. അങ്ങനെ നേരം പോകണ്ടേ. അപ്പം ക്യാമറമാൻ എൻ്റെ മോനാണ്, ഗൗതമാണ്. എന്തെങ്കിലും ഒന്നെങ്കിൽ എൻ്റെ പറയരുതേ. അപ്പോൾ അങ്ങനെ ഇപ്പം മിറ്റത്തൊക്കെ ഇങ്ങനെ ഇറങ്ങി വെറുതെ ഇങ്ങനെ നടക്കും. പിന്നെ ഇപ്പോൾ അവൻ സ്പോർട്സിലുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരാഴ്ച ആയിട്ടുള്ളൂ അതിൽ കയറിയിട്ട്. അപ്പോൾ എന്താ ഇവന് എക്സസൈസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഞാൻ ചെറുപ്പം മുതലേ അവനെങ്ങനെ പഠിപ്പിച്ചു കൊണ്ടുവന്നിട്ടുണ്ടാകും കേട്ടോ. സ്പോർട്സ്, അതായത് ഇങ്ങനെ എക്സസൈസ് ചെയ്യണം, ഓരോ ചെറിയ ഇത് അവൻ്റെ പ്രായത്തിനനുസരിച്ചിട്ടൊക്കെ പറഞ്ഞു കൊടുക്കാം. കാരണം നല്ല ശീലങ്ങളല്ലേ അതൊക്കെ. പക്ഷേ ഇവന് ശീലമാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായത്. പക്ഷേ ഇവൻ കണ്ടിന്യൂസ് ആയി ചെയ്യുകയൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ അങ്ങനെ സ്പോർട്സും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഇപ്പം കറക്റ്റായിട്ട് രാവിലെ നേരത്തെ പോവുകയൊക്കെ വേണം. അപ്പോൾ അവനതൊരു ശീലമായി തുടങ്ങി. അപ്പോൾ ഉച്ച തിരിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ 2 ദിവസമായിട്ട് ഞങ്ങൾ വൈകിട്ട് ഒരു എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യും, വർക്കൗട്ട് ചെയ്ത് ചെയ്യാം. ഞാനും അവനും കൂടിയിട്ട് ഓടും ഞങ്ങളുടെ വഴി കൂടെ. ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ, വഴി ഞാൻ പോകുമ്പോൾ കാണിച്ചു തരാം. ആ വഴി കൂടെയൊക്കെ ഇങ്ങനെ ഓടിയിട്ട് എന്താ ഇതുപോലെ അവന് 5 റൗണ്ട് അടിക്കണം അത്ര അവൻ്റെ ഗ്രൗണ്ടിൽ. 5 റൗണ്ട് അടിക്കണമെങ്കിൽ എത്തുമ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഗ്രൗണ്ടും കാര്യങ്ങളും ഒന്നുമില്ല. ഞങ്ങളുടെ ഇവിടെ കാണിച്ചു തരാം. ഒരു ചെറിയ വഴിയുണ്ട്. ആ വഴി കൂടെയാണ് ഞങ്ങൾ കണ്ട, ഈ വഴി കൂടെയാണ് ഞങ്ങൾ ഓടി നടക്കി അപ്പോൾ ചെയ്ത് നേരെ പോകുന്നത് റോട്ടിക്കുള്ള വഴിയാട്ടോ. അപ്പോൾ കൂടെ 5 റൗണ്ട് അടിക്കും. അതായത് അവിടെ നിന്ന് അങ്ങോട്ട് ഓടും ഇങ്ങോട്ട് ഓടും. അപ്പോൾ അവന് കൂട്ട് വേണമല്ലോ, അപ്പോൾ ഞാൻ ഓടും അവൻ്റെ കൂടെ. അങ്ങനെ പിന്നെ എന്താ ഉച്ച തിരിഞ്ഞുള്ള പരിപാടി ഇതൊക്കെ തന്നെ. കുറച്ച് നേരം ഫോൺ നോക്കിയിരിക്കും. പിന്നെ ബുക്കുകളൊക്കെ കിട്ടിയെങ്കിൽ ബുക്കൊക്കെ വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ബുക്കൊക്കെ എന്തെങ്കിലും കിട്ടിയാലൊക്കെ ഇരുന്ന് വായിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെയൊക്കെ പോകും സമയം. പിന്നെ ഞാൻ കുറേ വർത്തമാനം പറയുന്ന ആളൊന്നുമല്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ എനിക്കങ്ങനെ കുറേ വർത്തമാനം പറയാനൊന്നും അറിയില്ല. സത്യം പറയാമല്ലോ, എനിക്ക് എങ്ങനെ സംസാരിക്കുക അതൊന്നും അറിയില്ല. നോർമലി ഞാൻ ഒരു എന്താ പറയുക, എനിക്കിപ്പോൾ അങ്ങനെ ഒരു വിഷയം കഴിയുമ്പോൾ ഒരു വിഷയം പറയാം, അങ്ങനെ പറയാൻ അറിയുന്ന ആളൊന്നുമല്ല കേട്ടോ. ഞാൻ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ഒന്നും വിചാരിക്കരുത് കേട്ടോ ആരും. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാനും മോനും കൂടിയിട്ട് ഓടും എന്നൊക്കെ. ഈ വഴി അങ്ങനെ ഇത് നേരെ പോകുന്ന റോട്ടിക്കാം. ഒരു 2 മിനിറ്റ് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. നേരെ പോകുന്ന റോട്ടിക്കാം. ഇപ്പോൾ റോട്ടിക്കാണ് പോകണം കേട്ടോ. കാണിച്ചു തരാം. ബൈ. കൊതുകടിയൊക്കെ കൊണ്ടിട്ട് ഞങ്ങളിങ്ങനെ നടക്കും. ഭയങ്കര അപ്പുറത്തൊരു വീടുണ്ട്, ഇപ്പുറം നിറയെ ഒരു നമ്പൂതിരിമാരുടെ വളപ്പാണ്. അപ്പോൾ ആ വളപ്പ് പറഞ്ഞാൽ കാടൊക്കെ കെട്ടി അങ്ങനെ ഇത് തെങ്ങും വളപ്പൊക്കെ വേണം. അപ്പോൾ കൊതുകടിയൊക്കെ നല്ല കൊണ്ടിരിക്കും. ഇപ്പോൾ നടക്കും. പക്ഷെ നല്ല രസമാണ്. വൈകുന്നേരം നടക്കും. എന്നൊന്നും നടക്കാറില്ല. ഇപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊക്കെ ഒന്ന് കാട്ടിത്തരാം എന്നൊക്കെ വിചാരിച്ചിട്ടൊന്ന് പോകുന്നു മാത്രം. അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഇരിക്കുക തന്നെ ചെയ്യാം. ഞങ്ങൾ പോകാറൊന്നുമില്ല. കൊതുക് അവിടെ നടന്ന് അവൻ ചെറുത്തുകൊണ്ട് നടക്കുകയാണ്. നല്ല രസമാണ്. നല്ല വഴി കൂടെ നമ്മുടെ കറമണ്ണൊക്കെ കാണാൻ നല്ല രസമാണ്. ഭംഗിയുള്ള രസം. നല്ല മനുഷ്യരൊക്കെ തന്നെ ആക്കണം. ഈ മതിലിൻ്റെ അപ്പുറത്ത് ഞങ്ങളുടെ ഒരു വർക്ക്ഷോപ്പാണ്. വലിയ വണ്ടികളൊക്കെ വന്നിട്ട് ഉള്ള ഒരു വർക്ക്ഷോപ്പാണ്. പിന്നെ ഇതാ ഞങ്ങളുടെ റോഡ്. ഇതാണ് നമ്മുടെ റോഡ്. ഗൗതം സ്കൂൾ ബസ് കയറുന്നതൊക്കെ ഇവിടെ നിന്നാണ്. ബസ് സ്റ്റോപ്പ് ഇവിടെ അല്ല. ബസ് സ്റ്റോപ്പ് ഒന്ന് കുറച്ച് അങ്ങോട്ട് മുമ്പോട്ട് പോകണം. പക്ഷേ ഇവിടെ നിന്ന് ബസ് കയറി പോകാൻ
അസ്വത പറഞ്ഞില്ലേ. അപ്പോൾ ഞങ്ങളിവിടെ നിന്നിട്ട് ഓരോ വണ്ടികൾക്ക് അങ്ങോട്ട് പോവുകയൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങളിങ്ങനെ പറയും അവന് ഭയങ്കര ആഗ്രഹങ്ങളാട്ടോ. അതായത് അവന് വലിയ വണ്ടി പ്രാന്തനാന്ന് പറയില്ലേ. നമ്മൾ വല്ല വണ്ടിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ വണ്ടിയൊക്കെ ഭയങ്കര എന്താ പറയുക, അത് വാങ്ങണം, എനിക്ക് ഇങ്ങനത്തെ വണ്ടി വാങ്ങണം, എനിക്ക് അങ്ങനത്തെ വണ്ടി വാങ്ങണം. അപ്പോൾ അവരുടെ ഓരോ വണ്ടികൾ പോകുമ്പോൾ, കാറുകൾ പോകുമ്പോൾ ഒക്കെ പറയും. ഒരുപാട് വണ്ടികളുടെ പേര് പറയും കേട്ടോ. എനിക്ക് അങ്ങനെ വണ്ടികളുടെ ഒന്നും പേരുകളൊന്നും എനിക്ക് അറിഞ്ഞൂടാ. നോർമലി നമ്മുടെ സ്കൂട്ടി, അങ്ങനെ നമ്മുടെ വണ്ടികൾ കാണുന്നല്ലേ, കമ്പനി പേരൊന്നും പറയാൻ എനിക്കറിയില്ല. ഇപ്പം ഞാൻ പറയുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിക്കും ദൈവമേ ഇതിനൊക്കെ എവിടുന്ന ഈ പേരുകളൊക്കെ അറിയണത് എന്നൊക്കെ. എന്ത് കാര്യമില്ല, ഒരു ഫോണിൻ്റെ കാര്യങ്ങളായിട്ട് നമ്മളെയൊക്കെ കൂടുതൽ അവനറിയാം. ഇന്നത്തെ പിള്ളേരൊക്കെ എന്തായാലേ ഭയങ്കര ബുദ്ധിയല്ലേ. അപ്പോൾ പിന്നെന്താ, നമുക്കെന്നാ വീട്ടിൽ തന്നെ പോവാം. ഇവിടെയൊക്കെ ഭയങ്കര കൊതുവാണ്. ഇപ്പം തന്നെ ക്യാമറാമാനെ കൊതു കടിച്ചിട്ട് അതിന് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം എൻ്റെ കയ്യിലും കാലിലൊക്കെ കടിച്ചിട്ട്. അപ്പം നമുക്ക് പോവുക നല്ലത്. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ നല്ല കൊതുവാണ്. ഒരുപാട് വലിച്ചു നീട്ടി ഞാൻ സംസാരിക്കുന്നുണ്ടോണോ അല്ലേ, നമുക്ക് എന്താ പറയുക, ഒരു ഇഷ്ടപ്പെടുന്നുണ്ടാവുമോ ഇല്ലേ, അങ്ങനെയൊക്കെയുള്ള കൺഫ്യൂഷനൊക്കെ ഉണ്ട് എനിക്ക്. കുറേ കഴിയുമ്പോൾ ചെയ്ത് ശരിയാവുമായിരിക്കും അല്ലേ. അപ്പോൾ അവൻ്റെ സ്വപ്നമാണ് വലിയ വണ്ടി വാങ്ങാൻ. ഇവിടെ അവൻ്റെ ചാച്ചന്മാർക്കൊക്കെ വണ്ടി ഉണ്ടായി. അപ്പോൾ ഞങ്ങൾക്കില്ല. അപ്പോൾ ഞങ്ങൾക്കൊരു സ്കൂട്ടി ഉണ്ട് കേട്ടോ. ഞങ്ങളുടെ സ്വന്തം വണ്ടി ഉണ്ട്, ഒരു സ്കൂട്ടി ഉണ്ട്. ഇല്ലയെന്ന് പറയാം, നമുക്ക് നമ്മുടെ എത്ര ഇതായാലും നമ്മുടെ വണ്ടി നമുക്ക് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് അല്ലേ. വണ്ടി എന്നല്ല, എന്ത് കാര്യമായാലും, ഒരു കുഞ്ഞു കാര്യമായാലും അത് നമുക്ക് ഏറ്റവും ഇത് തന്നെയല്ലേ അല്ലേ. അതാണ് നമ്മളുടെ അല്ല നമ്മുടെ വണ്ടി. പക്ഷെ നമ്മുടെ അല്ല, ഒരു നമ്പൂതിരിമാരുടെ വളപ്പാണ്. തെങ്ങും വളപ്പാണ്. അപ്പോൾ അവർ ഇപ്പോൾ വയ്യാതായിട്ടുണ്ട്. അപ്പോൾ അവർക്ക് നല്ല അവരുടെ വയസ്സ് നമുക്ക് വയ്യാണ്ടായിട്ടുണ്ട്. അപ്പോൾ അവരെ തോടിയൊക്കെ നടത്തണമെങ്കിൽ ഇപ്പോൾ ഞങ്ങളുടെയൊക്കെ ഒരു കുട്ടീസെന്ന് പറയാം, അവരാണ് തൊട്ടപ്പുറത്തും ഒക്കെ വീടുകളൊക്കെ ഉണ്ട്. പുതിയൊരു വീട് കയറിയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ പോകട്ടോ. ഭയങ്കര കൊതുക് ഇരുന്നിട്ട് കൊതുവിനെ പറഞ്ഞിട്ട് ഓടിക്കൊണ്ടിരിക്കാൻ തുടങ്ങി. ആദ്യമായിട്ട് അങ്ങനെ ഒരു വീഡിയോ ചെയ്യുകയൊക്കെ ചെയ്യുകൊണ്ടുള്ള ടെൻഷനും പിന്നെ എന്താ പറയുക എന്നുള്ളൊരു ടെൻഷനും ഒക്കെ ഉണ്ട്. ഇനി ഞങ്ങളിങ്ങനെ ഇടയ്ക്കൊക്കെ പുറത്തൊക്കെ പോകാറുണ്ട്. ചേട്ടന് പണിയുണ്ട്. അപ്പോൾ ചേട്ടൻ പണിക്ക് പോയിട്ടുണ്ട്. പണിക്ക് പോയിട്ടുണ്ട്. അപ്പോൾ എന്താ, ചേട്ടന് ലീവുള്ള ദിവസം നമുക്ക് പുറത്തൊക്കെ പോകാം, നമ്മളുടെ സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാം. അങ്ങനെ ദിവസം എൻ്റെ വീട്ടിലേക്കൊക്കെ ഒന്ന് പോയിട്ട് എൻ്റെ അച്ഛനെ അമ്മേനെ എല്ലാവരും കാണിച്ചു തരേണ്ടത്. അവർക്കൊക്കെ അങ്ങനെ വീഡിയോൻ്റെ മുമ്പിൽ വരാൻ മടിയൊന്നും ഉണ്ടാവില്ല, ചിലർക്ക് മടി ഉണ്ടാവില്ല. അപ്പോൾ ഞങ്ങൾ വീടെത്തിയിട്ടാണ് അവിടെ നിന്ന് ഇവിടെ പോകുന്നത്. ഇത് വേണ്ടല്ലേ, ഗൗതം എന്നാണ് അവൻ്റെ പേര്, ഗൗതം കൃഷ്ണൻ. അവൻ്റെ മീൻ വളർത്തുന്നതാണ്. പക്ഷെ മീനിനെ അവൻ കൊടന്നിട്ടു എന്നല്ലാതെ ഇതിലിപ്പോൾ കുറച്ച് മീനുകളൊക്കെ അത് കണ്ടില്ലേ, വേണ്ട നെറ്റൊക്കെ ഇവൻ മീനിനെ നമ്മളിങ്ങനെ അങ്ങോട്ട് വൃത്തിയാക്കുമല്ലോ, വെള്ളം മാറ്റുകയൊക്കെ ചെയ്യുമ്പോൾ മീനിനെ പിടിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന് വെച്ചത് ഇതാണ് നെറ്റ്. അപ്പോൾ ഇപ്പോൾ വെള്ളം ഇതിൽ കുറവാണ്. വെള്ളമൊക്കെ നിറയ്ക്കണമെങ്കിൽ ഞാൻ തന്നെ. അപ്പം മീനിനെയൊക്കെ കൊണ്ടുവന്ന് വളർത്തും, ഒക്കെ കൊണ്ടുവന്നിടും, വെള്ളമൊക്കെ നിറച്ച് മാറ്റി വൃത്തിയാക്കണമൊക്കെ ഞാൻ കിട്ടും. പിന്നെ അതെല്ലായിടത്തും അങ്ങനെയാവില്ലേ, മക്കളൊക്കെ കൂടി കൊണ്ടുവന്നൊക്കെ ഉണ്ടാവും. എന്നിട്ട് പിന്നെ വൃത്തിയാക്കണ പരിപാടി അമ്മമാർക്ക് ഇട്ടിട്ട് തരുന്നുണ്ടാവും. ഇതുണ്ടാവും. ഇവിടെ കുറച്ച് ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ അമ്മയുടെ പരിപാടികളാണ്, ഞാൻ ചെയ്തതല്ല. ഞാൻ ഒന്ന് രണ്ട് ചെടികൾ അങ്ങനെയൊക്കെ ഞാൻ ചോദിച്ചിട്ടുള്ളൂ. എനിക്ക് ചെടികളൊക്കെ ഭയങ്കര ഇഷ്ടം തന്നെ, പക്ഷെ ഞാൻ ചെടികളങ്ങനെ ചെയ്തിട്ടില്ല. നല്ല കൊതുവാണ്, വീട്ടിലടക്കം കൊതുവാണ്. മോനെന്നെ ഉപദേശിക്കുക, അമ്മയൊന്ന് ചിരിച്ചൂടെ, അമ്മയ്ക്കൊന്ന് ചിരിച്ചിട്ട് വർത്തമാനം പറഞ്ഞൂടെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഞാൻ ഇങ്ങനെയാണ്, എനിക്ക് എപ്പോഴും ചിരിച്ചുകൊണ്ട് വർത്തമാനം പറയാനൊന്നുമില്ല കേട്ടോ. പിന്നെ എന്തോ ഇതാ ഇങ്ങനെ ഞങ്ങൾ നാലുപുറം തന്നെ നടക്കും. ഞങ്ങളുടെ
വിശേഷങ്ങൾ ഇതൊക്കെ തന്നെ വർത്താനം പറഞ്ഞു തന്നെ. പിന്നെന്താ, ഏട്ടൻ അത് 5:30 ആയിക്കഴിഞ്ഞാൽ ഏട്ടൻ പണി കഴിഞ്ഞിട്ട് വരും. പിന്നെ എന്താ, ഗോകുവിൻ്റെ മീൻ വളർത്തുന്ന വേറൊരു സങ്കേതമായിരുന്നു ഇത്. അതായത് വലിയ മീനൊക്കെ കിട്ടിയപ്പോൾ 1-2 വട്ടമൊക്കെ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ടായി. പിന്നെ അതൊന്ന് മാറ്റി. ഇങ്ങനെ ഒരു കൊച്ചു വിശേഷങ്ങളൊക്കെ തന്നെ ഞങ്ങളുടെ. പിന്നെ ബാക്കിലൊന്നും ചെടികളൊന്നുമില്ല, പ്രത്യേകിച്ച് ഒന്നുമില്ല. ഞാനൊരു തുളസി ചെടി കൊണ്ടുവന്നിട്ട് കുഴിച്ചിട്ടിട്ടുണ്ടാകും. എല്ലാവരും കൂടി എൻ്റെ മുമ്പിലാവും കൊണ്ടുവയ്ക്കും, ഞാൻ ബാക്കിലാണ് കൊണ്ടുവന്നിട്ടോ. അങ്ങനെ വേറെ ഒന്നുമില്ല. ബാക്കിയൊക്കെ തൊടിയിലൊക്കെ കുറച്ച് ചേനയും ചേമ്പ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ. എന്നാൽ ഞങ്ങൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. എന്താ, അപ്പോൾ ഇനി ഞങ്ങൾ വീട്ടിൻ്റെ ഉള്ളിൽ പോവാം. പുറത്തൊക്കെ നല്ല കൊതുകുണ്ട് കേട്ടോ. നിങ്ങൾക്കൊക്കെ അവിടെ വീട്ടിൽ കൂടെയൊക്കെ ഉണ്ടാവില്ല, ഈ മഴ സീസണിൽ എല്ലായിടത്തും ഉണ്ടാവും ഏകദേശം. അപ്പോൾ ഞങ്ങൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാം. എന്തെങ്കിലും പറഞ്ഞപ്പോൾ ഓടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. പിന്നെ എല്ലാവരും ഞങ്ങളുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റും ചെയ്യണേ. എങ്ങനെയുണ്ടെന്ന് അറിയണമല്ലോ. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്താലല്ലേ എനിക്കറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ശരി, ടാറ്റാ, ബൈ.